ഹലോ, എല്ലാവർക്കും മാസ് കിച്ചൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ ഉണ്ടാക്കുന്നത് ചെറുപയറും മുരിങ്ങാക്കായും വെച്ചിട്ടുള്ള ഒരു ഒഴിച്ചു കറിയാണ് കേട്ടോ. അപ്പോൾ അതിനായി ഞാൻ ഈ ഒരു കപ്പിന് നിറയെ ചെറുപയർ എടുത്തിട്ടുണ്ട്. അത് ചെറുതായി ഒന്ന് ചൂടാക്കി ഒരു അരമണിക്കൂർ നേരം വെള്ളത്തിൽ കുതിർത്ത് വെച്ചതാണിത്. പിന്നെ വേണ്ടുന്നത് മുരിങ്ങാക്കായാണ്. ഇത് ഞാൻ 5-6 മുരിങ്ങാക്കായി എടുത്തിട്ട് ഈ ഒരു വലുപ്പത്തിൽ മുറിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ ചെറുപയർ ഒരു കുക്കറിലോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് വേവാൻ ആവശ്യമായ ഏകദേശം ഒരു ചെറിയ കപ്പിന് അരക്കപ്പ് വെള്ളം കൂടെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. 1/4 ടീസ്പൂൺ 1/4 ടീസ്പൂണിൻ്റെ പകുതി മഞ്ഞൾ പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ ചെറുപയർ വെന്ത് വരുന്ന സമയം കൊണ്ട് നമുക്ക് അതിൻ്റെ അരപ്പ് റെഡിയാക്കാം. അപ്പോൾ അതിനായി ഞാൻ എടുത്തത് അരക്കപ്പ് തേങ്ങ എടുത്തിട്ടുണ്ട്. പിന്നെ തേങ്ങയുടെ കൂടെ ഒരു പിഞ്ച് മഞ്ഞൾ പൊടിയും കൂടെ ചേർത്ത് അരക്കുന്നുണ്ട്. ഒരു 5-10 മണി കുരുമുളക്, 1/4 ടീസ്പൂൺ ജീരകം, പിന്നെ ഒരു പച്ചമുളക്, പിന്നെ അതിൻ്റെ കൂടെ ചതച്ചിടാൻ വേണ്ടിയിട്ട് ഒരു 6-7 അല്ലി വെളുത്തുള്ളി, ഒരു 1/4 ടീസ്പൂൺ മുളക് പൊടി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയുമാണ് ഞാൻ അരപ്പിന് വേണ്ടി എടുത്തത്. അപ്പോൾ നമുക്ക് ആ ചെറുപയർ വേവുന്ന സമയം കൊണ്ട് തന്നെ ഇത് അരച്ചെടുക്കാം. അപ്പോൾ ചെറുപയർ വെന്ത് വന്ന ശേഷം ഞാൻ അതിലേക്ക് മുരിങ്ങാക്കായും കൊഴുപ്പിന് വേണ്ടി വളരെ ചെറിയ ഒരു ഉരുളക്കിഴങ്ങും ഉപ്പും ഇട്ട് കൊടുത്തിട്ട് വേവിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഈ മുരിങ്ങാക്കായി ഇടുന്നത് ഉരുളക്കിഴങ്ങ് ഇടുന്ന ഇതെല്ലാം വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതെങ്ങനെയോ മിസ്സായിപ്പോയി. അപ്പോൾ ഇതെല്ലാം വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ. മുരിങ്ങാക്കായും ഉരുളക്കിഴങ്ങും എല്ലാം വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമ്മൾക്ക് അതിലേക്ക് അരപ്പ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മൾ ഇതിലേക്ക് അരപ്പ് ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് പറങ്കിപ്പൊടി ഒരുപാട് ഇട്ട് കൊടുക്കണ്ട. അപ്പോൾ കറിയുടെ ഒരു എന്താ പറയുക, ആ കളറ് മാറിപ്പോവും. നമുക്ക് ചെറുപയറും മുരിങ്ങാക്കായും ആയതുകൊണ്ട് തന്നെ ഒരുപാട് ചുവന്ന കളർ ആവശ്യമില്ല. ഈ ഒരു രീതിയിലുള്ള കളറ് മതി. അപ്പോൾ നമുക്ക് മിക്സിയുടെ ജാറ് കഴുകിയ കുറച്ച് വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഇത്ര മതിയാവും. ഇത് തിളച്ച് കഴിഞ്ഞതിന് ശേഷം ഇതിൻ്റെ ചൂടൊക്കെ, പാത്രത്തിൻ്റെ ചൂടൊക്കെ ഒന്ന് ആറുന്ന സമയത്ത് ഇതൊന്ന് കറക്റ്റായി വരും. അപ്പോൾ നമുക്ക് ഇതിനിടയിൽ തന്നെ ഉപ്പ് നോക്കാം. അപ്പോൾ ഉപ്പൊക്കെ കറക്റ്റാണ്. ഇനി നമുക്ക് അതിലേക്ക് ചതച്ച് വെച്ച വെളുത്തുള്ളി കൂടി ഇട്ട് കൊടുക്കാം. അപ്പോൾ വെളുത്തുള്ളി ഇട്ട് കൊടുക്കുന്നത് കറി തിളച്ച് വരുമ്പോഴേക്ക് ആ കറിക്ക് നല്ലൊരു ഫ്ലേവർ കിട്ടാനാണ്. അപ്പോൾ ഇത് നമുക്കിതൊന്ന് തിളപ്പിച്ചെടുക്കാം. അപ്പോൾ കറി നന്നായി തിളച്ച് വന്നിട്ടുണ്ട്. തിളച്ചിട്ട് ഇച്ചിരി ഒന്ന് കുറുകി വന്നിട്ടുണ്ട്. ഇതിൽ കൂടുതലൊന്ന് കുറുക്കിയെടുക്കണ്ട കേട്ടോ. അപ്പോൾ ചൂടാറുന്ന സമയത്ത് ഒരുപാട് കട്ടിയായി പോവും. അപ്പോൾ അങ്ങനെയല്ല നമുക്ക് വേണ്ടത്. ഇത് ഒഴിച്ചേറിയാണല്ലോ. അപ്പോൾ ഈ ഒരു അളവിൽ എടുത്താൽ മതി. ഇനി നമ്മൾക്ക് അതിലേക്ക് ഒന്ന് വറവിട്ട് കൊടുക്കാം. അപ്പോൾ ചൂടായ പാത്രത്തിലേക്ക് നമ്മൾക്ക് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ആ വെളിച്ചെണ്ണയും കൂടെ നന്നായി ഒന്ന് ചൂടായതിന് ശേഷം നമ്മൾക്ക് വറുക്കാനുള്ളത് ഇട്ട് കൊടുക്കാം. അപ്പോൾ വെളിച്ചെണ്ണ നന്നായി ചൂടായി വന്നതിന് ശേഷം നമുക്ക് അതിലേക്ക് തേങ്ങ ഇട്ട് കൊടുക്കാം. ഒരു 2 ടേബിൾ സ്പൂൺ തേങ്ങയാണ് ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുത്തത്. അപ്പോൾ നമുക്ക് നന്നായി ഒന്ന് ബ്രൗൺ കളറാണ്, കരിഞ്ഞു പോകാൻ പാടില്ല. ഒരു ബ്രൗൺ കളറാവുന്നത് വരെ നമുക്കൊന്നത് വറുത്തെടുക്കാം. തീ കുറച്ച് വെക്കണം കേട്ടോ. അപ്പോൾ തേങ്ങ ബ്രൗൺ നിറായി വന്നിട്ടുണ്ട്. നമുക്ക് അതിലേക്ക് 1/4 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം. അപ്പോൾ അതുപോലെ തന്നെ 2 വറ്റൽ മുളക് കൂടി ഇട്ട് കൊടുക്കാം. അപ്പോൾ വറവെല്ലാം റെഡി ആയിട്ടുണ്ടെങ്കിൽ നമുക്കിത് കറിയിലോട്ടൊന്ന് ഒഴിച്ചു കൊടുക്കാം. ഇത് കറിയിലോട്ട് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഈ തേങ്ങ വറുത്തിടുന്നതുകൊണ്ട് തന്നെ ഇതുപോലുള്ള കറികൾക്ക് നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും. കണ്ടില്ലേ, ഇച്ചിരി ഇരിക്കുമ്പോൾ എന്ന സമയത്ത് തന്നെ ആ കറി കുറച്ചൊന്ന് കുറുകി വന്നിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഉപ്പൊക്കെ ഒന്ന് നോക്കാം കേട്ടോ. ഞാൻ അതിൻ്റെ അടിയിൽ നോക്കിയിട്ടുണ്ടായിരുന്നു. ഉപ്പൊക്കെ കറക്റ്റാണ്. ഉപ്പും എരിവും എല്ലാം കറക്റ്റാണ്. അപ്പോൾ ഇത്രയും മതി. ഇതിൽ കൂടുതൽ കളറാക്കി എടുക്കണ്ട.
ഇതാണ് ഇതിൻ്റെ ഒരു പരുവം. അപ്പോൾ പിന്നെ ഇത് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. മുരിങ്ങാക്കായും ചെറുപയറും കറി എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും അറിയിക്കാൻ മറക്കരുത്. അപ്പോൾ നിങ്ങൾ വീഡിയോ കണ്ടാൽ വീഡിയോക്ക് താഴെ ഒരു ലൈക്ക് കൂടെ ചെയ്യാൻ മറക്കരുത്. അപ്പോൾ എല്ലാവർക്കും അടുത്ത വീഡിയോയിൽ വരുന്നത് വരെ ബൈ.